അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഏത് സെർവറാണ് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നതെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പഴയ സെർവറിലെ ഗൈസ് ടെറിക്സ്. അത് ജാവ മാത്രമേ കയറാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, ബെഡ്റോക്ക് കയറാൻ പറ്റുന്നില്ല. ആ ഇഷ്യൂ ആയിരുന്നു അല്ലേ. ഇനി നിങ്ങൾക്ക് വേണ്ട സെർവറിൽ കയറാം. എങ്ങനെയാണെന്നല്ലേ ഗൈസ്, നമ്മൾ ഹോസ്റ്റ് മാറ്റിയിട്ടുണ്ട്, പുതിയ വേൾഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ കയറാൻ പറ്റും. ബെഡ്റോക്കും ജാവയും ഉണ്ട് ഗൈസ്. 24/7 അപ്പ് ടൈമും കൊടുക്കുന്നുണ്ട്. ഇതാണ് ഗൈസ് നമ്മൾ സ്പോൺ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളില്ലെങ്കിലും കൊള്ളാമെന്നേ പറയുള്ളൂ. ഓക്കെ, പിന്നെ ഇത് ഞാനാണ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ എൻ്റെ ടീമായിട്ട് നമ്മൾ ഫുള്ള് ആർമറൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ എൻ്റെ ആർമർ ഷോപ്പാണ്. ഇവിടെ തുച്ഛമായ വിലയ്ക്ക് ആർമറൊക്കെ കൊടുക്കുന്നുണ്ട്. അയൺ ആർമർ 1 ഡയമണ്ടിന് കൊടുക്കുന്നുണ്ട്, വിത്ത് ടൂൾസാണ്. പിന്നെ ഇവിടെ എന്താണ് നമ്മുടെ ഇതിൻ്റെ പേരെന്തായിരുന്നു, ഡയമണ്ട് ആർമർ 15 ഡയമണ്ടിന് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻചാൻറ്റഡ് ഡയമണ്ട് ആർമർ എത്ര 28 ഡയമണ്ടിന് കൊടുക്കുന്നുണ്ട്. ഫുള്ളി എൻചാൻറ്റഡ് ആണ്. മാക്സ് ലൂട്ടാണ്. ലൂട്ട് അത് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ ഇത് വരുമ്പോൾ വായിക്കണം കേട്ടോ. ബൾക്കി ഓർഡറൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ കസ്റ്റം ആർമറൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കസ്റ്റമായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇതിൽ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ബൾക്ക് ഓർഡർ അടുത്ത പേജ് എടുത്തിട്ട് നിങ്ങൾക്കിവിടെ ബൾക്ക് ചെയ്ത് വാങ്ങാം. അങ്ങനെയാണ് സംഭവമൊക്കെ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ വലുതായിട്ട് ഷോപ്പിംഗ് ഏരിയ വെക്കണമെന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പം ഇവിടെ ഫുള്ള് ചെയ്യുന്നവർക്ക് നിരത്തിയിട്ട് ഇവിടെ തന്നെ ഷോപ്പൊക്കെ അങ്ങനെ പണിയാം. ഓക്കെ, രാത്രിയൊക്കെ ആവുന്നുണ്ടല്ലോ. സ്പോൺ എങ്ങനെ ഉണ്ടെന്ന് പറയുക. ഓക്കെ, സൂപ്പറല്ലേ. ഇനി നേരെ നമുക്ക് നമ്മുടെ ഹോമിലേക്ക് പോവാം. ഇതാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ടീം ബേസാണ്. ഇവിടെ ചെറിയ TVK, നമ്മൾ TVK ഫാൻസാണ് ഗൈസ്. നമ്മളാണ് ഇവിടെ TVK എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ബീക്കണൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ 3 പേരെ തലയും വെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആരെയൊക്കെ തലയാണെന്തോ അറിയത്തില്ല. ഇതിൽ മറ്റേ തല വെട്ടണ സംഭവമൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്സാണ് പിടിച്ചിരിക്കുന്നത്. സോ നമ്മളിവിടെ ലാൻഡ് ക്ലൈം ഒന്നും വെച്ചിട്ടില്ല. ആരെങ്കിലും ഇങ്ങനെ നമ്മുടെ ഒരാളെ ബേസ് ഇങ്ങനെ ഗ്രീഫ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ സ്പോട്ട് ബാനാണ് ഗൈസ്. അങ്ങനെ ആൾക്കാരെ കിട്ടാനുള്ള പ്ലഗിൻസൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ സ്പോട്ട് ബാനായിരിക്കും. സോ നിങ്ങൾ അത് ചെയ്യാതിരിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ ഡിസ്കോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ സെർവറിൽ കയറാനുള്ള IP പോർട്ടും ഞാൻ താഴെ തന്നെ കൊടുത്തിരിക്കാം. ജാവയ്ക്കുള്ളതും ബെഡ്റോക്കിനുള്ളതും ഞാൻ കൊടുത്തിരിക്കാം. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരിക്കാം, ഡിസ്കോഡിൽ കയറി കഴിഞ്ഞാൽ അതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഡിസ്കോഡിൽ കൂടെ കയറിയിരിക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ഈവൻറ്റ് വരുന്നുണ്ട്. എന്താണ് എൻ്റെ പേര്, എൻഡ് ഫൈറ്റ്, എൻഡ് വാർ എന്നൊക്കെ പറയാം, വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. അവിടെ വെച്ച് നല്ല അടിയൊക്കെ ചെയ്യും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഡ്രാഗനെ കൊന്ന് ഹെഡ് എടുക്കുന്ന ആൾക്ക്, ഹെഡല്ലല്ലോ എഗ്ഗ് എടുക്കുന്ന ആൾക്ക് എൻ്റെ വക ഒരു ഗിഫ്റ്റ് കിട്ടും. ചിലപ്പോൾ അത് ലേറ്റർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഷൾക്കർ നിറച്ച് ടോട്ടോ ആയിരിക്കാം, ചിലപ്പോൾ ഗോൾഡൻ ക്യാരറ്റും ടോട്ടോവും അങ്ങനത്തെ ഒരു സെറ്റായിരിക്കാം. ചിലപ്പോൾ എൻ്റെ ഇതിൽ കിടക്കുന്നൊരു ടൈപ്പ് ആർമർ ലേറ്റർ അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരിക്കാം. സോ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ജയിക്കുമ്പോൾ അവിടെ വെച്ച് ഞാൻ തരും. പിന്നെ ഇതാണ് എൻ്റെ ബേസ്. ബോയ്സ് ഫുള്ളി പവറല്ലേ, അത്രയേ ഉള്ളൂ ഗൈസ്. ഫുള്ള് സ്പീഡാണ്. പിന്നെ ഇവിടെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ചെറിയൊരു ട്രെയിനിങ് ഹാളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ട്രെയിനിങ് ഹാളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരെ ട്രാപ്പ് ചെയ്തതാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ ട്രാപ്പ് ചെയ്തതാണ്. മൊത്തം മൂടി വെച്ചിട്ട് അവ ഹോം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവ ഹോം സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവൻ /home ബേസിൽ നിന്ന് അടിച്ച് ഇവിടെ എത്തി. അങ്ങനെ മൊത്തത്തിൽ തേഞ്ഞിരിക്കുന്നു ഗൈസ്. പിന്നെ
ഇവിടെ നെതർ പോർട്ടലുണ്ട്. ഇനി കയറി കഴിഞ്ഞാൽ നമുക്ക് നെതറിലെത്താം. നമ്മൾ നെതർ കണക്ട് ചെയ്യും. ഓരോ ആൾക്കാരെ ബേസായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതായിരിക്കും. അത് എന്തെങ്കിലും കണക്ട് ചെയ്യാം. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഇറങ്ങി എക്സ്പ്ലോർ ഒക്കെ ചെയ്തായിരുന്നു. പിന്നെ ഇത് പഴയ ബേസായിരുന്നു. അല്ല, ഇതെൻ്റെ പുതിയ ബേസാണ്. പഴയ ടെമ്പററി ബേസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എൻ്റെ പഴയ ടെമ്പററി ബേസ് ഇവിടെയായിരുന്നു. ഇവിടെ ഇരുന്ന നെതർ പോർട്ടലാണ് പൊട്ടിച്ചുകൊണ്ട് അവിടെ വെച്ചത്. മൊത്തം പൊട്ടി. ഇവിടെ ബെഡും ചെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ടീമുകാർ പൊട്ടിച്ചളഞ്ഞു. സോ അങ്ങനെയാണ് ഇവിടുത്തെ ഈ ഒരു സംഭവം വെച്ചാണ് നമ്മൾ അവിടെ നമ്മൾ ആർമറൊക്കെ സെറ്റ് ചെയ്തത് ഇവിടുത്തെ നെതർ പോർട്ടൽ വെച്ച്. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ എല്ലാവരും അടിച്ചേറി വരിക. ഇവിടെ വെയിറ്റിംഗ് ആണ്. 24/7 അപ്പ് ടൈമാണ്. പിന്നെ എത്ര പേർക്ക് വേണമെങ്കിലും കയറാം. അറ്റ് എ ടൈം 100 പേർക്ക് കയറാം. പിന്നെ വേറൊന്നുമില്ല. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.